എന്താ പറയുക, ഈ ബാക്കിയുള്ള ഭാഗത്തും പാടെ കൂട്ടിയിട്ട് പോകണം ഇനിയിപ്പോ നമുക്ക് വാഴട്ടെടുത്ത് നാറ് ശരിയാക്കാൻ. ബംഗാളികൾ കാണിച്ച ഭയങ്കര കൂലിയാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ പിന്നെ അതല്ല, അയാളിപ്പോ നിങ്ങളൊരു നിങ്ങളറിയോ അയാളെ? അയാള് നമുക്ക് പണിക്കാരനല്ലേ. അയാൾ നമ്മളെ പറമ്പില് പാടത്തൊക്കെ പണിക്കാം. അപ്പൊ ഐറ്റിങ്ങൾക്കുള്ള ഒരു ബഹുമാനം ഉണ്ടാവുള്ളൂ. അതാണ് ആ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമുക്കൊരു വെയിറ്റും വേണ്ടേ. പൈസ ഇപ്പൊ പറഞ്ഞാൽ ഭയങ്കര ചാർജാണ്. വാക്സ് ആയാലും എന്തായാലും ഇപ്പൊ കൃഷി ഇറക്കുന്ന വലിയ ലാഭമൊന്നും കിട്ടില്ല. ഞാനതല്ല അതിപ്പോ വിറ്റവും നന്നായി. കാരണം എന്നുണ്ടെങ്കിൽ അതന്നെ നല്ലത്. അത് ശരി, പറമ്പില് തേങ്ങ ഉണ്ടതിനും പൈസ, പാർട്ട് ദോഷം പിടിച്ചാലും തരിക. എല്ലാവരും വിചാരം നല്ല കിട്ടും എന്നൊക്കെ. കൊറേ അയാൾ ഇങ്ങനെ കയ്യാട്ടി എന്ത് സംഭവം ഇത്ര ബഹുമാനം ഉണ്ട് നിങ്ങളോട്? അതെന്താ പറയുക, അത് ഒന്നാമത്തേന്നാണെങ്കിൽ പഴയ കാലത്തൊക്കെ ഈ ആൾക്കാരിൽ നമുക്ക് കാണുമ്പോ എന്നാണെങ്കിൽ അവർക്കൊരു ബഹുമാനം ഉണ്ടാവില്ല. വല്ലാത്ത ബഹുമാനം. അതാണ് അത്. ഇങ്ങനെ ഒരു ബഹുമാനമുള്ള മനുഷ്യനെ എന്താണ് ആചാര്യങ്ങൾ പറഞ്ഞത്? ഞാൻ നിങ്ങളെ ബഹുമാനിച്ചതല്ല. നിങ്ങൾക്ക് പണിയെടുത്ത് 500 റുപ്യ തരാണ്ട് ഞാൻ എന്നും കൂടി ചോദിക്കുമ്പോൾ തരൂല. 500 റുപ്യക്കാണ് ഞങ്ങളോട് ഇവിടെ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 500 റുപ്യക്ക് പിന്നെ പണിയെടുത്ത് പൈസ തരണ്ടേ? 500 റുപ്യ തരണ്ടേ? എന്നാ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യം എനിക്ക് ചോദിച്ചാൽ മതി, ഞാൻ തരൂലേ? നിങ്ങൾ പോയിക്കോളി. ഈ പണ്ടാറക്കാലക്ക് എവിടെ ശരി കാണോട്ട് മുഴുവൻ 500 റുപ്യ ഉണ്ടെങ്കിൽ ചോദിച്ചുകൂടാൻ ആകെ പ്രശ്നമായി.